നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. പ്രസിഡന്റ് ട്രംപ് ഉന്നത സൈനിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടെ അപ്രതീക്ഷിതമായി കടന്നുവന്നതിന് മെറ്റ മേധാവി മാർക്ക് സക്കർബർഗിനെ ഓവൽ ഓഫീസിലെ ഒരു മീറ്റിംഗിൽ നിന്ന് പുറത്താക്കിയതായി റിപ്പോർട്ട്. വ്യോമസേനയുടെ അടുത്ത തലമുറ യുദ്ധവിമാന പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ സക്കർബർഗ് ഓവൽ ഓഫീസിലേക്ക് കയറിയപ്പോൾ സൈനിക നേതാക്കൾ ഞെട്ടിപ്പോയെന്ന് സമീപകാല മീറ്റിംഗിനെ കുറിച്ച് പരിചയമുള്ള വൃത്തങ്ങൾ പറയുന്നു. മാർക്ക് സക്കർബർഗിന് സുരക്ഷാ അനുമതിയില്ലാത്തതിനാൽ സോഷ്യൽ മീഡിയ മാഗ്നറ്റിനോട് പുറത്തു കാത്തിരിക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. എന്നാൽ പുറത്തു കാത്തിരിക്കാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് കുറച്ചു നേരം താമസിച്ചു എന്നാണ് റിപ്പോർട്ട്. ഈ സംഭവത്തിന്റെ കൃത്യമായ തീയതി വെളിപ്പെടുത്തിയിട്ടില്ല. സംഭാഷണത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സുരക്ഷാ അനുമതി ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി സക്കർബർഗിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് ആശങ്കയുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ഭാവിയിലെ F-47 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിനെ കുറിച്ചുള്ള മീറ്റിംഗിൽ കയറിയതിനു ശേഷം മാർക്ക് സക്കർബർഗിനെ ഓവൽ ഓഫീസിൽ നിന്ന് പുറത്താക്കിയെന്ന മാധ്യമ റിപ്പോർട്ടുകൾ ട്രംപിന്റെ ഉദ്യോഗസ്ഥർ നിഷേധിച്ചു. റിപ്പോർട്ട് സ്ഥിതിഗതികളെ തെറ്റായി ചിത്രീകരിച്ചുവെന്ന് വൈറ്റ് ഹൌസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ന്യൂയോർക്ക് പോസ്റ്റിനോട് പറഞ്ഞു. അദ്ദേഹത്തിനോട് പോകാൻ ആവശ്യപ്പെട്ടില്ല, ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പ്രസിഡന്റിന്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം ഹലോ പറയാൻ കയറി. തുടർന്ന് പോട്ടസുമായുള്ള ഈ കൂടിക്കാഴ്ച ആരംഭിക്കുന്നത് വരെ കാത്തിരിക്കാൻ പോയി. അത് പൈലറ്റുമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടക്കാനിരിക്കുകയായിരുന്നു. മെറ്റയിൽ നിന്നുള്ള ഔദ്യോഗിക പ്രസ്താവന ഈ വിഷയത്തിൽ കാത്തിരിക്കുകയാണ്. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് മാർക്ക് സക്കർബർഗിന് സങ്കീർണമായ ഒരു ചരിത്രമുണ്ട്. കുടിയേറ്റ അനുകൂല നയങ്ങളുടെ ശബ്ദമായിരുന്ന അദ്ദേഹം കഴിഞ്ഞ വർഷം ഡൊണാൾഡ് ട്രംപിന്റെ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അജണ്ടയിലേക്ക് തിരിയുന്നതിന് മുമ്പ് അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ലിബറൽ രാഷ്ട്രീയക്കാരെ പിന്തുണച്ചിരുന്നു. ജനുവരിയിൽ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സക്കർബർഗ് സഹകോടീശ്വരന്മാരായ ജെഫ് ബെസോസ്, എലോൺ മസ്ക് എന്നിവരോടൊപ്പം പങ്കെടുത്തിരുന്നു. അടുത്ത കാലത്ത് ട്രംപുമായുള്ള പരസ്യമായ പിണക്കത്തിനു മുമ്പ് അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ജെഫ് ബെസോസ്. 2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിനു ശേഷം ഒരു കാലത്ത് തന്റെ ശത്രുവായിരുന്ന ട്രംപുമായി അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ സക്കർബർഗ് സമീപ മാസങ്ങളിൽ വ്യാപകമായ വിമർശനം നേരിട്ടിരുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ ആസ്ഥാനത്തിന്റെ തിരക്കേറിയതും തുറന്നതുമായ അന്തരീക്ഷത്തിലേക്ക് സക്കർബർഗിന്റെ ഈ സംഭവം ഒരു എത്തിനോട്ടം നൽകുന്നു. ഉപദേഷ്ടാക്കളോടും ക്യാബിനറ്റ് അംഗങ്ങളുടെയും സ്വാധീനമുള്ള വ്യക്തികളുടെയും പതിവ് ഒഴുക്ക് കാരണം പ്രസിഡന്റ് ട്രംപ് ഓവൽ ഓഫീസിനെ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ എന്ന് വിളിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ക്യാബിനറ്റ് സെക്രട്ടറിമാർ, ഉപദേഷ്ടാക്കൾ, ബിസിനസ് നേതാക്കൾ പോലും അകത്തും പുറത്തും അലഞ്ഞു നടക്കുന്നതായി പറയപ്പെടുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രം ബന്ധമില്ലാത്ത മീറ്റിംഗുകൾക്കായി പലരും അവിടെ തങ്ങാറുമുണ്ട്. സമീപ വർഷങ്ങളിൽ മാർക്ക് സക്കർബർഗിന്റെ രാഷ്ട്രീയ നിലപാട് ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. ട്രംപിന്റെ വീണ്ടും തെരഞ്ഞെടുപ്പ് ശ്രമങ്ങൾക്കിടയിൽ സക്കർബർഗ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പ്രസ്ഥാനവുമായി കൂടുതൽ അടുത്തു. ട്രംപുമായുള്ള മെറ്റ സിഇഒയുടെ വളർന്നുവരുന്ന ബന്ധം വൈറ്റ് ഹൌസ് മീറ്റിംഗുകളിലേക്കും വ്യാപിച്ചു. എന്നാലും അദ്ദേഹത്തെ പുറത്താക്കിയ സംഭവം സ്വാധീനവും പ്രോട്ടോക്കോളും തമ്മിലുള്ള പ്രശ്നം വെളിപ്പെടുത്തുന്നു. ട്രംപിന്റെ മറ്റൊരു സഖ്യകക്ഷിയും മെറ്റ ബോർഡ് അംഗവുമായ UFC സിഇഒ ഡാന വൈറ്റ് രാഷ്ട്രീയത്തിന്റെയും കോർപ്പറേറ്റ് ശക്തികളുടെയും ഈ മിശ്രിതത്തിന് മികച്ച ഒരു ഉദാഹരണമാണ്. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.